ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ എനിക്ക് ബയോമെട്രിക്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ബയോമെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യും. ഇത് എമിറേറ്റ്സ് സൈഡ് എടുക്കുന്നതിൽ ഒരു സ്റ്റെപ്പാണ്. നമ്മൾ നാട്ടിൽ ആധാറൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല. സോ സംവാട്ട് ലൈക്ക് നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ്. ഇതിനു മുന്നേ മെഡിക്കൽ ഉണ്ടായിരുന്നു. മെഡിക്കൽ പാസ്സാവണം. അതിനുശേഷം നമുക്ക് ബയോമെട്രിക്സിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടി. ഇന്നാണ് അതിന്റെ അപ്പോയിന്റ്മെന്റ്. അതിന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഞാൻ അതൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു. സോ അതിന്റെ ഒരു വ്ളോഗ് ആയിരിക്കും ഇത്. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് എഡ്വിൻ. അങ്ങനെ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, എഡ്വിന്റെ ആക്സസ് കാർഡ് എടുക്കാൻ മറന്നു. അപ്പോൾ എഡ്വിൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് എന്നോട് നടന്നോളാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു നടക്കാമെന്ന്. എഡ്വിന്റെ കൂടെ ഞാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്വിൻ വേഗം എത്തും, ഞാൻ ഇത്തിരി സ്ലോ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ നടക്കാന്ന് വിചാരിച്ചു. ഡാനി ഇത് എന്റെ കൂടെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ അവൻ എന്റെ കയ്യില് ക്യാരി ബാഗിൽ ഇട്ടേക്കാണ്. ഞാൻ ഇവിടെ വന്നേക്കുന്നത് ഫാമിലി വിസയിലാണ്. അതായത് എഡ്വിൻ എന്നെ സ്പോൺസർ ചെയ്തിട്ടാണ്, എന്നെയും ഡാനിനെയും സ്പോൺസർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കുന്നത്. അപ്പോ ഈ എൻട്രി പെർമിറ്റ് എടുത്തിട്ട് അതിന് വാലിഡിറ്റി ഉള്ളത് 2 മാസമാണ്. അതിന്റെ ഉള്ളില് നമ്മൾക്ക് എമിറേറ്റ്സ് ഐ ഡി കിട്ടണം. അതായത് നമ്മൾ മെഡിക്കൽ എടുത്ത് ബയോമെട്രിക്സും കഴിഞ്ഞ് നമുക്ക് എമിറേറ്റ്സ് ഐ ഡി കയ്യിൽ കിട്ടണം. അങ്ങനെയാണെന്ന് തോന്നുന്നു. അതോ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 1 മാസമായി. അപ്പോൾ നമ്മളൊരു ഏജൻസി ത്രൂ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏജൻസി അവരുടെ യൂസർ നെയിമിന് സെർവറിന് എന്തോ ഇഷ്യൂ വന്നുകൊണ്ട് നമ്മൾ ബയോമെട്രിക്സിന്റെ അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയി. അതുകൊണ്ടാണ് നമ്മൾ വീക്ക് ഡേ എടുത്തതും. അല്ലെങ്കിൽ നമ്മൾ വല്ല സാറ്റർഡേസ് എടുക്കുമായിരുന്നു, നമുക്ക് പെട്ടെന്ന് വേണമായിരുന്നു അപ്പോയിന്റ്മെന്റ്. അതല്ലെങ്കിൽ ഇനിയിപ്പോ നല്ല ലാഗ് ആവും, സമയവും കഴിയും, ഞാൻ ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവരോട് നമ്മൾ വേഗം പറ്റാവുന്ന ഡേറ്റിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീക്ക് ഡേ എടുത്തത്. അഡ്മിൻ ഇന്ന് ആക്ച്വലി വർക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് രാവിലെ ഏകദേശം ഒരു 9:55 അതായത് ഏകദേശം ഒരു 10 മണിയോട് കൂടി. അപ്പൊ നമ്മള് ഇത്തിരി നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ബസ്സിൽ പോവാമെന്നാണ്. അവിടേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. സോ ബസ്സിൽ പോവാമെന്നാണ് നമ്മൾ വിചാരിക്കണേ. എഡ്വിൻ ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബസ്സിന്റെ ടൈമിംഗ് ആണ് കേട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു സെന്ററിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്. ഏറ്റവും അടുത്ത് വരുന്നത് അൽബറാഹ എന്ന് പറഞ്ഞ ബയോമെട്രിക് സെന്റർ ആണ്. അവിടെയാണ് എടുത്തിരിക്കുന്നത്. സോ ഇവിടുന്ന് നമ്മൾ ബസ് കയറുകയാണെന്നുണ്ടെങ്കിൽ ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ, വേഗം തന്നെ എത്തും. ഞാൻ പിന്നെ ദുബായിക്ക് വരുമ്പോ എനിക്ക് ആകെ കൂടിയുള്ള പേടി ഈ പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഈ പ്രാവിനൊക്കെ എപ്പോഴും എനിക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. എയർ കണ്ടീഷൻഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ദുബായിക്ക് വരുമ്പോൾ ഉള്ള ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു പേടി ഈ പച്ചപ്പൊന്നും ഇനി കാണാൻ പറ്റില്ല എന്നായിരുന്നു. കാരണം നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പച്ചപ്പൊക്കെ കണ്ട ഇത്തിരി ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും. സോ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ വീടിന്റെ വിൻഡോ തുറന്ന് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് പച്ചപ്പൊക്കെ ഉണ്ട്. അവിടെ കുറെ കിളികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ കിളികളുടെ കളകളാരവും ഒക്കെ കേൾക്കാം. ഡാനിക്കായാലും കുറെ കിളികളെ കാണാം. ഇങ്ങനെ പുറത്ത് ഇതിപ്പോ കണ്ടില്ലേ, കുറെ മൈനകള്, പ്രാവുകള്, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ബസ് സ്റ്റേഷന്റെ ഈ സൈഡിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ അർത്ഥം ഈ കിളികളൊന്നും ഈ ബസ് സ്റ്റോപ്പിന്റെ അവിടെ വരാറില്ല എന്നല്ല. ഞാൻ ആകെ ഇതിനു മുന്നേ ഒറ്റ തവണ ബസ് കയറിയിട്ടുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ സെക്കൻഡ് ടൈം. സോ ഞാൻ ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് വളരെ ചുരുക്കമാണ്. സോ അതുകൊണ്ടായിരിക്കാം ഞാൻ കാണാത്തത്. ഇതല്ല നമ്മുടെ ബസ് ഇതേ അറ്റത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥലത്തോട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് എഡ്വിൻ ആയാലും. സോ നമ്മുടെ ബസ് എത്തി, ഞങ്ങൾ ബസ്സൊക്കെ കയറട്ടെ. പിന്നെ ഇവിടെ ബസ്സിലൊക്കെ ടാപ്പിംഗ് സിസ്റ്റം ആണ് കേട്ടോ. നമ്മൾ മെട്രോ കാർഡ് ഇല്ലേ, ആ സെയിം കാർഡ് നമുക്ക് ബസ്സിലും യൂസ് ചെയ്യാം.
അങ്ങനെ നമ്മൾ ഇതേ ബസ്സിൽ കയറി. ഇനി നമുക്ക് ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ. പക്ഷെ നമ്മൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ചേച്ചിയോട് ഒന്ന് ഒരു ഹെൽപ്പ് പോലെ ചോദിച്ചു. നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെ ഇല്ലേ, അൽബറഹ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ചോദിച്ചു. എന്നിട്ട് അവിടെ ബസ് നിർത്തുകയും ചെയ്തു. പക്ഷെ അവിടെ ബസ് സ്റ്റേഷനൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇതല്ല സ്റ്റോപ്പ്, അപ്പുറത്താണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് എന്തോ നടക്കുമായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് ആ ചേച്ചിക്കും കൺഫ്യൂഷനായത്. പിന്നെ ബസ് എടുത്തപ്പോൾ പിന്നെ അനൗൺസ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റോപ്പിന്റെ നെയിമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങേണ്ടി വന്നു. ശരിക്കും പറഞ്ഞ ഹെൽപ്പ് ചോദിക്കേണ്ടായിരുന്നു. ആ ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ നമുക്കത് ഹെൽപ്പ് ആയില്ല എന്ന് മാത്രം. സോ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ അധികം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ ഒരു ടാക്സി ബുക്ക് ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ ഓൺലൈനായിട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ നമ്മൾ ഊബർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറില്ലേ? ഇവിടെ നമുക്ക് കരീം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഊബർ ഇല്ലാന്ന് തോന്നുന്നു. സോ ഞാനിപ്പോൾ ഇരിക്കുന്നത് ടെസ്ലയിലാണ്. ഇവിടെ ടെസ്ലയൊക്കെയാണ് ടാക്സി ആയിട്ട് ഓടിക്കുന്നത്. ഞാൻ എഡ്വിനോട് ചോദിച്ചു ടെസ്ലയൊക്കെ ടാക്സി ആയിട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എഡ്വിൻ പറഞ്ഞ ഇവിടെ അതിനൊക്കെ റേറ്റ് കുറവാണ്, അതുകൊണ്ടായിരിക്കും അതൊക്കെ ടാക്സി ആയിട്ട് ഓടിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ പേയ്മെന്റ് ഒക്കെ സെയിം തന്നെ. നമുക്ക് ആപ്ലിക്കേഷനിൽ തന്നെ ഓൺലൈൻ പേയ്മെന്റും ഉണ്ട്, ഓഫ്ലൈൻ പേയ്മെന്റും ഉണ്ട്. ക്യാഷ് കൊടുത്താലും വാങ്ങുന്നു തോന്നുന്നുണ്ട് അവര്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും പ്രയോറിറ്റി കിട്ടുള്ളൂ. എയർപോർട്ടിലാണെങ്കിലും മെട്രോയിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും പ്രയോറിറ്റി ഉണ്ട്. സോ അതേ പ്രയോറിറ്റി നമുക്ക് ഇവിടെയും കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അധികം ക്യൂവും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നമ്മളെ കയറ്റി വിടുമായിരിക്കും, കുട്ടികളുള്ളത് കൊണ്ട്. പിന്നെ സെന്ററിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നതൊക്കെ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കണില്ല. ഞാൻ മൈറ്റ് ബി അതിന്റെ വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ ആ കോമ്പൗണ്ടിന്റെ അകത്ത് കയറി ഇനി ബയോമെട്രിക് സെന്ററിലേക്ക് പോവാണ്. ഇപ്പൊ ദേ 9 മണി ആയിട്ടുള്ളൂ. നമ്മളിത് 9 മണി ആയപ്പോഴേക്കും നമ്മുടെ സെന്ററിൽ എത്തി. ഇനി ലേറ്റ് ആയി എന്നുള്ളൊരു പേടി വേണ്ടല്ലോ. സോ നമ്മൾ സമയത്ത് തന്നെ എന്തായാലും എത്തിയിട്ടുണ്ട്, സമയത്തിന് മുന്നേ എത്തിയിട്ടുണ്ട്. പിന്നെ സെന്ററിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തതിന്റെ ഒരു രജിസ്ട്രേഷൻ ഫോം പോലൊരു ഫോം ഉണ്ട്. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ പിടിക്കണം. പിന്നെ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ പിടിക്കണം. അവിടെ എത്തിയപ്പോൾ തന്നെ അവർ ഈ ഡോക്യുമെന്റ്സും പിന്നെ പാസ്പോർട്ടൊക്കെ ചോദിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ 2 റിംഗ് ഉണ്ടായിരുന്നു, അത് ഊരി വെക്കാൻ പറഞ്ഞു. എൻ്റെ ടോക്കൺ നമ്പർ 13 ആയിരുന്നു. പക്ഷെ അവര് വേഗം തന്നെ എന്നെ കയറ്റി വിട്ടു കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, എന്നെ വേഗം കയറ്റി വിട്ടു. ഫിംഗർ പ്രിന്റ് സ്കാനിങ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവര് കൈപ്പത്തി ഫുള്ള് അവർ സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സെന്ററിന്റെ ഉള്ളിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഊബർ ബുക്ക് ചെയ്തു എന്നാണ് പറയാൻ വരുന്നത്. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാനി ഇന്ന് ആക്ച്വലി പതിവിലും നേരത്തെയാണല്ലോ എണീറ്റേക്കണേ. അപ്പൊ അവന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് വേഗം കിടന്ന് ഉറങ്ങണം. അവന്റെ മാത്രമല്ല, എന്റെയും എനിക്കും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. ഞാനും മിക്കതും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്നുറങ്ങും. എഡ്വിന് പക്ഷെ വർക്കിന് പോകണം കേട്ടോ. പാവം. എന്താ ചെയ്യാ, ചോറിനുണ്ടേ നമുക്ക്. നമ്മൾ ഇതേ തിരിച്ച് വീട്ടിലെത്തി. നമുക്ക് ആക്ച്വലി 9:55 കേട്ടോ അപ്പോയിൻമെന്റ്, അതായത് 10 മണിക്ക്. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 9 മണിയായപ്പോൾ ഓഫീസിൽ എത്തിയിട്ടുണ്ടായി, സെന്ററിൽ എത്തിയിട്ടുണ്ടായി. അവര് കൊച്ചിലുകൊണ്ടാണോന്ന് അറിയില്ല, എന്നെ ആദ്യം കയറ്റി വിട്ടു. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. നമ്മളിതിപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുള്ളൂ. നമ്മളപ്പോഴത്തേനും തിരിച്ച് വീട്ടിലെത്തി. സോ അത്രയുള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.